ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജയൻറ്റ് അക്വേറിയത്തിൽ ഡ്രിഫ്റ്റ് വുഡ് സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഈ ഒരു അക്വേറിയത്തിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം 60% തീർന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് ഏകദേശം 40% കംപ്ലീറ്റ് ആയ വിഷ്വൽസാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തുടർന്ന് വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഡ്രിഫ്റ്റ് വുഡുകളൊന്നും ഡ്രിഫ്റ്റ് വുഡുകളല്ല, അതൊരു സാധാ മരക്കൊമ്പ് തന്നെയാണ്. അതിന് ഡ്രിഫ്റ്റ് വുഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. പരസ്യമാക്കേണ്ട രഹസ്യങ്ങളാണ്. അപ്പോൾ അധികം വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകും. ഇവനെന്തിനാ ഈ മരത്തേലോട്ട് വലിഞ്ഞു കയറാൻ പോകുന്നതെന്ന് വിചാരിക്കേണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. മരത്തിൻ്റെ പോയ ഒരു ശിഖരം, അത് ഉണങ്ങിയ ഒരു കമ്പാണ്, നല്ല കാതലുള്ള തടിയാണ്. അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ കാടിൻ്റെ തന്നെ ഉൾഭാഗത്തേക്ക് പോകുന്നുണ്ട്, നല്ല ഒരു കമ്പും കാര്യങ്ങളൊക്കെ കുത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ അതും കാണിച്ചു തരാം. Sitting lonely in my room again, acting like I'm innocent. Why do I try? അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ലൊക്കാലിറ്റി തന്നെയുള്ളൊരു ചെറിയൊരു കാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ദീപിച്ചേട്ടനുണ്ട്. നമ്മൾ പോകുന്നത് ഡ്രിഫ്റ്റ് വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് പോയിരുന്നു, അന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ വളരെ കുറച്ച് ഡ്രിഫ്റ്റ് വുഡ് എനിക്ക് കിട്ടിയുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള അക്വാസ്കേപ്പിനുള്ള ജയൻറ്റ് ഡ്രിഫ്റ്റ് വുഡാണ്. ബേസിക്കലി ഒരു റൂട്ടാണ് നമ്മൾ തപ്പി കിടക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പണി എളുപ്പമാവും. അപ്പം കൂടുതൽ വിഷ്വൽസ് നമുക്ക് കാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആദ്യം ഡ്രിഫ്റ്റ് വുഡ് തപ്പിയിട്ട് കിട്ടിക്കഴിയുമ്പം കറക്റ്റായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഒരു ജയൻറ്റ് ബോൺസൈ ട്രീ എന്ന് വേണം പറയാം. നല്ല ഡിസൈൻ അല്ലേ? നമ്മുടെ കാട്ടിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങളെ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു ടെറേറിയം ചെയ്യാം. ഒരു എന്താ പറയുക, ഒരു പുരാതന ടൈപ്പായിട്ട് എന്താ പറയുക, ഒരു വളരെ പഴയ ഒരു ടെറേറിയം ഉണ്ട്. നമുക്ക് ആ ഒരു മോഡൽ ചെയ്യണം. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നൊക്കെ. സംഭവം കണ്ടല്ലോ, സംഭവം ലുക്കല്ലേ? നമുക്ക് ഇങ്ങനെ തുറന്ന് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കല്ല് കണ്ടല്ലോ, ഇതൊരു വെറൈറ്റി കല്ലാണ്. അതായത് ഈ ഉരുള് പൊട്ടി വരുന്ന ഭാഗത്തൊക്കെയാണ് ഈ സൈസ് കല്ല് കാണുക. ഇത് കാലാന്തരത്തിൽ രൂപാന്തരപ്പെട്ടുണ്ടായതാണ്. ഈ ഹോളുകൾ കണ്ടില്ലേ, ഇതൊക്കെയെന്ന് വെച്ചാൽ ബലക്ഷയമുള്ള ഭാഗം വെള്ളം വീണ് കഴിഞ്ഞ് ഇതൊഴുകിപ്പോവും. ഈ ഒരു പ്രക്രിയയ്ക്ക് അപരദനം എന്ന് പറയും. അപരദനം, പലതരം അപരദനമുണ്ട്. ഇപ്പം നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ശോഷണം, പിന്നെ ഈ പാറ പൊടിഞ്ഞ് മണലാകുന്നതൊക്കെ ഈ അപരദനം മൂലമാണ്. അങ്ങനെ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാർട്സ് പോയി കഴിഞ്ഞതിന് ശേഷം സ്ട്രോങ് ആയ പാർട്സ് മാത്രം അവശേഷിക്കുന്ന ഒരു സ്കൾപ്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ അതെ, ഞാനും ദീപിച്ചേട്ടനും ഡ്രിഫ്റ്റ് വുഡ് എടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വൈകിട്ടായാലും സാധനം കിട്ടി. അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, നല്ല തിരക്കായി. ഞങ്ങൾ ഏകദേശം നല്ല ഉൾക്കാട്ടിലോട്ട് തന്നെ പോയി. അല്ലേ ചേട്ടാ, നമ്മൾ ഏതാണ്ട് ഉള്ളിൽ തന്നെ പോയില്ലേ? നമ്മൾ കുറച്ച് ഉള്ളിൽ തന്നെ പോയി എടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു മറഞ്ഞു കെട്ടി വീണ മരത്തിൻ്റെ വേരാണ് ഇപ്പോൾ നമ്മൾ ഒപ്പിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ മേത്തിരിക്കുന്നത് ആ വേരാണ്. അപ്പോൾ സമയം കളയണ്ട, വീട്ടിൽ കൊണ്ട് ക്ലീൻ ചെയ്ത് നമുക്കിത് സ്കൾപ്ചറിങ്ങിനുള്ള പരിപാടി ആരംഭിക്കാം. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്ത് വെള്ളത്തിനടിയിൽ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കപ്പലാണ്. പെയിൻ്റ് അടിച്ച് ഒരു വളരെ കാലങ്ങളായി കടനടി കിടന്ന ഒരു കപ്പലിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വലിയ തിരക്കിടില്ലാന്ന് തോന്നുന്നു. വെള്ളത്തിനടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വൃത്തി നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രിഫ്റ്റ് വുഡാണ് ഈ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയില്ല, നല്ല അന്യ കാതലാണ് കേട്ടോ. അത് പിന്നെ കാതലൊന്നുമില്ല, കംപ്ലീറ്റ്ലി വെയ്റ്റ്ലെസ് ആണ്. കണ്ടോ, നല്ല കൂളായിട്ട് എടുത്ത് നമുക്ക് തട്ടിക്കളിക്കാം. കണ്ടല്ലോ, ഒരു കനവും ഒന്നുമില്ലാണ്ട് നമുക്ക് ഒരു വിരലേ താങ്ങിയെടുക്കാം. ഇത്രയും വലിയ തടി കണ്ടല്ലോ, അതിനുള്ള കനവേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിന് ഇത്തിരി അത്യാവശ്യം കനമുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചാണ് നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് അക്വേറിയത്തിലേക്ക് ചെയ്യുന്നത്. ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവനെ എനിക്ക് ഇത്ര പീസായിട്ട് ഇറക്കാൻ പറ്റത്തില്ല. കാരണം അക്വേറിയത്തിൻ്റെ സ്പേസ് അനുവദിക്കില്ല. വേറൊന്നുമല്ല, വിട്ടെല്ലാം കറക്റ്റാണ്, ഹൈറ്റും ഓക്കെയാണ്. ഹൈറ്റ് പുറത്തേക്ക് ഇച്ചിരി തള്ളി നിൽക്കണം. അതിന് വേണ്ടി തന്നെ ഇത്ര ഹൈറ്റിലെടുത്തത്. വേറൊന്നുമല്ല, ഞാൻ കുറുകെ ഗ്ലാസ് ഒട്ടിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇവനെ എനിക്ക് ഇറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇറക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് അക്വേറിയത്തിനുള്ളിൽ വെച്ച് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പീസും ഇതും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കമ്പിയൊക്കെ ഇട്ട് കെട്ടുകയോ അല്ല ആണി വെച്ച് ഉറപ്പിക്കുകയോ ചെയ്യണം. എന്തായാലും
ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ് സെറ്റപ്പ് ചെയ്യുന്ന വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ എന്തായാലും അക്കരത്തിൽ ഇറങ്ങൂല. അപ്പോൾ ഒരു പണി ചെയ്തു, അവനെ അങ്ങ് രണ്ടാക്കി. നമ്മൾ കാലേ ചവിട്ടി വലിച്ച് കീറി അങ്ങ് എടുത്തിട്ടുണ്ട്. എന്തോ ആ ഒരു ഭാഗത്ത് മാത്രം വലിയ ബലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനെ നമുക്കിനി സെറ്റ് ചെയ്യാൻ എടുക്കുന്ന നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ബൈൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ചില ഭാഗങ്ങൾ നമുക്ക് MC-യിലൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഗ്യാപ്പിൽ മീനൊന്നും കയറി കൊടുക്കരുതല്ലോ. പിന്നെ പ്ലാൻ ചെയ്യാനുള്ള പോട്ടുകളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ചെയ്യാനുള്ളത്, ഇവനെ ഞാൻ ഇറക്കി വെക്കുന്നത് നമുക്ക് ടൈം ലാപ്സ് ആക്കി വേണം ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ലൈറ്റിംഗ് ഒക്കെ മാറും, കണ്ടല്ലോ, ഫോക്കസ് അഡ്ജസ്റ്റഡ് ആണ്. ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തേക്കാം, പെട്ടെന്ന് നമുക്ക് അക്വാസ്കേപ്പിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പം ബേസിക് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ മെയിനായിട്ട് അട്രാക്റ്റീവായിട്ട് ചെയ്തെടുക്കേണ്ട വർക്കുകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. Never easy growing up. About time I read a book to distract myself from this reality. Oh, it's been a couple years, I feel the same. Guess I'll never really learn this fucking game, but I'm here to play it now. I don't wanna cry. അക്വാസ്കേപ്പിങ്ങിൻ്റെ സമയത്ത് നമുക്കിതുപോലെ തടി കഷ്ണം ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ തടി ഒട്ടിക്കേണ്ട രീതിയിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ശേഷം ആ ഗ്യാപ്പിൽ നമ്മൾ പഞ്ഞി വെച്ച് കൊടുക്കണം. പഞ്ഞി എന്നിട്ട് നമുക്ക് വേറെ സൂപ്പർ ഗ്ലൂ ഉണ്ട്, സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സൂപ്പർ ഗ്ലൂ അത്ര കെമിക്കലായിട്ട് കൂട്ടാവുന്നൊരു സാധനം തന്നെയാണ്, ദോഷം തന്നെയാണ്. നമ്മൾ ആദ്യം വെള്ളമൊക്കെ നിറച്ച് 2-3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വേണം നമ്മൾ പിന്നീട് വെള്ളമൊക്കെ നിറയ്ക്കാൻ, അതായത് മീനെ ഇടുവാൻ. അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. ഇനി ഇത് ഒട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു മിനിറ്റിൻ്റെ സമയം മതി നമുക്കിത് ഒട്ടിക്കിട്ടാൻ. പശ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ MC-യിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. MC-യിലുണ്ടായാലും അത്രയും നല്ലത്. ഇവിടെ അക്വേറിയത്തിൽ വെക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ്. ഇതൊരു പ്രത്യേകതരം സ്പോഞ്ച് ഫിൽറ്ററാണ്. ഇതിനൊരു 200-250 രൂപ വില വരുന്നുണ്ട്. അടിയിലുള്ളത് ഒരു പ്രത്യേകതരം വെയിറ്റാണ്. അപ്പം നമുക്ക് ഇതിന് അഡീഷണൽ മോട്ടറൊന്നും ആവശ്യമില്ല. കണ്ടല്ലോ, ചുറ്റിലുള്ളത് സ്പോഞ്ചാണ്. അപ്പോൾ ഇത് ഒരേ സമയം ബബിൾ എമിറ്റ് ചെയ്യും. നമുക്ക് വേണ്ടത് ഒരു എയറേറ്ററാണ്. എയറേറ്ററിൻ്റെ ഡൈൻ അതിൻ്റെ ടോപ്പുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ വരുന്നൊരു ആക്സസറീസ് എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് ഓഫ് പൈപ്പ്, അതാണ് വരുന്നത്. ഒരു ചെറിയൊരു പീസ് പൈപ്പ് വരുന്നുണ്ട്. നമ്മൾ അതിലൂടെ കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്ത പ്ലേസിൽ തന്നെയാണ് നമ്മൾ എയറേറ്ററിൻ്റെ ഔട്ട് വരുന്ന പൈപ്പും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരേ സമയം എയർ വരും. ആ എയർ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഫലമായി സക്ഷൻ ഉണ്ടാവുകയും വെള്ളം വലിഞ്ഞ് ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു അക്വാട്ടിക് പ്ലാന്റാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ തന്നെ എൻ്റെ കുളത്തിൽ വളർത്തിയെടുത്തതാണ്. നമ്മളിത് നമ്മുടെ അക്വാറിയത്തിലേക്ക് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. വളരെ കുറച്ചേ ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് മുഴുവൻ പ്ലാന്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് കൊണ്ട് നട്ടു വെക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. ഇത് മഴക്കാലത്ത് നമ്മുടെ ഭിത്തിയിലും പറമ്പിലും മരങ്ങളിലൊക്കെ വളരുന്ന ഒരു സൈസ് മോസാണ്. അപ്പോൾ ഈ മോസ് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കണമുണ്ടല്ലോ. ഞാൻ നല്ല ഡ്രൈ ആക്കി എടുത്തതാണ്. നമുക്കിത് കുറച്ച് മോയ്സ്ചർ മതി, നല്ല രീതിയിൽ വളർന്നോളും. നമുക്കിതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മഴയാണ്. അപ്പം അക്വാസ്കേപ്പിങ്ങിൻ്റെ 40% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് വെച്ചിട്ടുണ്ട്, സ്കൾപ്ചർ വെച്ചിട്ടുണ്ട്, ചെടികൾ അത്യാവശ്യം നട്ടിട്ടുണ്ട്. ലൈറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു ലൈറ്റ് 2 പ്രൊജക്ടറും പൊട്ട 2 ബീം ഞാൻ ബാറ്ററിയിലൂടെ കണക്ട് ചെയ്തേക്കുന്നതാണ്. മറ്റേത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൽ വെള്ളം നിറച്ചിട്ട് വുഡൊക്കെ ലിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. വീഡിയോ വളരെ സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം. പാർട്ടായിട്ട് ഇടുന്നതുകൊണ്ട് ആർക്കും വിഷമവും തോന്നരുത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്ന്. കാരണം മീനുകളെയും അക്വേറിയത്തെയും ഒക്കെ ഒരു പാഷൻ്റെ രീതിയിൽ, പാഷൻ്റെ കണ്ണിൽ കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ തുടർന്നും നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മെക്കാനിക്കലായിട്ടുള്ള വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ്. അപ്പോൾ മഴയും എക്സാമും കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കതൊക്കെ പൊടുതട്ടിയിടുക. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.